ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഈവനിങ് ടു നൈറ്റ് റൊട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ സ്കൂളിൽ മീറ്റിംഗ് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വരുന്ന വഴിക്ക് കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ റിസോർട്ടിൻ്റെ പേര് മന്ത്ര റിസോർട്ട് എന്നാണ്. ഇത് മലബാർ റിസോർട്ട്. എൻ്റെ സ്കൂളിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ വീട്ടിലേക്ക്. അതുകൊണ്ട് ഞങ്ങൾ നടന്നു. ഇത് വേറൊരു റിസോർട്ട്. ഇവിടെ കല്യാണമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് കാനൻ റിസോർട്ട്. ഇത് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ വീടെത്തി. സാധാരണ 4 മണിയൊക്കെ ആകുമ്പോഴാണ് വരാറ്. ഇന്ന് മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരത്തെ വന്നു. ഞാൻ വരുമ്പോൾ ജിമ്മി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ജിമ്മിയുടെ അടുത്ത് പോയി. ആദ്യം വന്ന ആട് ജിമ്മിയുടെ അടുത്ത് പോയിട്ടില്ലെങ്കിൽ അവൻ ചൊടിക്കും. പിന്നെ ലില്ലിക്കും കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കുരുത്തക്കാട് കളിക്കുന്നുണ്ടായത്. അപ്പോഴത്തേക്ക് അമ്മമ്മ ലില്ലിക്കും കുഞ്ഞിക്കൊക്കെ ചോറ് കൊടുക്കാൻ വേണ്ടി വന്നു. മീനുണ്ടെങ്കിലേ ചോറ് കഴിക്കൂ കേട്ടോ. പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്ന് നോക്കി. അപ്പോഴത്തേക്ക് ഫ്രിഡ്ജ് ഓണാക്കിയിട്ടില്ല. പിന്നെ ഞാൻ പച്ചവെള്ളം കുടിച്ചു. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളം. ഇത് അച്ചാച്ചനും അമ്മമ്മയും മാമനൊക്കെ നിൽക്കുന്ന വീടാണ് കേട്ടോ. അമ്മമ്മ അവിടെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ജിമ്മിനെ പുറത്തിറക്കി. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ജിമ്മിനെ പുറത്തിറക്കാറുണ്ട് കേട്ടോ. ചെറിയ വൃത്തിക്കാടൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ മാന്തോ കടിക്കുകയൊന്നും ചെയ്യൂല. പിന്നെ അമ്മമ്മയോട് ഒരു ഹായ് നിൽക്കാൻ പറഞ്ഞു. പിന്നെ അച്ചാച്ചൻ ജിമ്മിനെ കുളിപ്പിക്കുകയാണ് കേട്ടോ. വേനൽക്കാലത്തൊക്കെ ഇടയ്ക്കൊക്കെ കുളിപ്പിക്കും. തണുപ്പ് കാലത്ത് ഇങ്ങനെ കുളിപ്പിക്കാറില്ല. പക്ഷെ അവന് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മ ചോറ് കഴിക്കുകയാണ് കേട്ടോ. സ്കൂളിൽ മീറ്റിങ്ങിന് വരുമ്പോൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വന്നിട്ടാണ് കേട്ടോ ചോറ് കഴിച്ചത്. പച്ചക്കറി ആയിരുന്നു കേട്ടോ, സാമ്യമുള്ളത് കാരണം. പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ വാതിലടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ലില്ലിക പാഞ്ഞവളുടെ കാക്ക് വാതിൽ കൂട്ടി ഇടിച്ചു കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വന്നു കേട്ടോ.
തലക്ക് വൈകുന്നേരം കുളിക്കാറില്ല. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ തലക്ക് കുളിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരം വന്നിട്ട് ഞാൻ കുളിക്കാറില്ല കേട്ടോ തലക്ക്. പിന്നെ ഞാൻ മുടി കെട്ടാണ്. രാവിലെ കെട്ടിയതൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് വാരുന്നിട്ട് കെട്ടും. ചെറിയ ജടയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ രാത്രി കിടക്കുമ്പോൾ ഞാൻ മെടഞ്ഞിട്ടാണ് കേട്ടോ കെട്ടാറ്. പിന്നെ ഞാൻ ലില്ലിക്കും കുഞ്ഞൊക്കെ എന്താക്കുന്നു നോക്കാൻ പോയി. അപ്പോഴത്തേക്ക് ഒരാൾ ഇവിടെ ചെടിച്ചട്ടിയുടെ മീതൊക്കെ കയറി കിടക്കുന്നുണ്ട്. പിന്നെ നേരത്തെ കൊടുത്ത ചോറിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ അത് കഴിക്കുകയാണ് ലില്ലിക. ഇവർ മീനേ കഴിക്കത്തുള്ളൂ കേട്ടോ. മീൻകറി തന്നെ വേണം ചോറ് കഴിക്കണമെങ്കിൽ. ഇവിടെ സാമിയിൽ കൊണ്ട് മീൻകറി വെക്കത്തില്ല. അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പൂച്ചക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് മീൻകറി തരും കേട്ടോ. അതാണ് ഈ കൊടുക്കുന്നത്. പിന്നെ ഇന്ന് ചായക്ക് നൂഡിൽസാണ്. നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പാത്രം വടിക്കുകയാണ് കേട്ടോ അമ്മ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ചിക്കൻ്റെ ഫ്ലേവറിലുള്ള നൂഡിൽസാണ് കേട്ടോ. മൈ ഫേവറേറ്റ് നൂഡിൽസാണ്. 10 രൂപയാണ് കേട്ടോ ഒന്നിന്. ചിക്കൻ സൂപ്പൊക്കെ ഇല്ല, അതിൻ്റെ അതേ ടേസ്റ്റാണ്. മസാലയൊക്കെ നല്ലൊരു ചിക്കൻ്റെ മണമുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി ഇടും കേട്ടോ, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട്. ഞാൻ ഇട്ടത് കുറച്ച് കൂടിപ്പോയി. അങ്ങനെ നൂഡിൽസ് ആയി കേട്ടോ. എന്നിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അമ്മ വിടാറില്ല. പിന്നെ അമ്മ നൂഡിൽസ് പ്ലേറ്റിലോട്ട് മാറ്റിത്തരാണ്. ആഴ്ചയിലൊരിക്കലേ നൂഡിൽസ് വാങ്ങും. പിന്നെ ഇന്ന് കൊക്കോക്കോളയാണ് കേട്ടോ ചായക്ക് പകരം. ദിവസവും ചായ കുടിക്കുന്നതുകൊണ്ട് ഇന്ന് വിചാരിച്ചു കൊക്കോക്കോള മേടിക്കാമെന്ന്. അങ്ങനെ നമ്മൾ കഴിക്കാണ്.
കഴിച്ചതിന് ശേഷം ഞാൻ ലില്ലികേനെയും കൂട്ടിയിട്ട് ഊഞ്ഞാലാടാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഓള് നിൽക്കുന്നില്ല, ഭയങ്കര കുരുത്തക്കേട് കളിക്കുന്നു. പിന്നെ ഞാൻ അവളെ അവിടെ ആക്കിയിട്ട് ഞാൻ ഒറ്റക്ക് കുറച്ച് നേരം ആടി. പിന്നെ അച്ചാച്ചനും അമ്മമ്മയൊക്കെ ഇവിടെ ബീഡി തിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആരാ അവിടെ ഇരിക്കുന്നത്? എന്താക്കുന്നത്? കുപ്പിയെല്ലാം ഉണ്ടല്ലോ. രാവിലെ 7 മണിയായിട്ടാ സമയം. ഇവിടെ ഒരാൾ ഭയങ്കര കുരുത്തക്കേട്. ഇത് നമ്മുടെ ക്ലാസ്സിൽ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളിങ്ങനെ പേരെഴുതിയിട്ട് ലോട്ടിട്ടിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഹർഷിതനാണ്. ഹർഷിത തന്ന ഗിഫ്റ്റാണ് കേട്ടോ. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ലൊരു ഫ്ലവറാണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ 45 രൂപയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരാളിവിടെ കുരുത്തക്കേട്. നമുക്ക് പ്രാർത്ഥിക്കാൻ പോവാം. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുള്ള് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ പോകുമ്പോൾ ഇവിടെ ജിമ്മി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ജിമ്മീനെ അച്ഛൻ വന്നോട്ടെ, നമുക്ക് അപ്പുറം പോവാം. പോകുന്ന വഴിക്ക് ലില്ലിക ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അവളെയും കൂട്ടി പിന്നെ ഞാൻ ഊഞ്ഞാലാടാണ് കേട്ടോ. ഇത് കഞ്ഞീരവെള്ളമാണ്. നമ്മളെ കൊക്കോക്കോളയുടെ കുപ്പിയിൽ ഞാൻ കഞ്ഞീരവെള്ളം ആക്കിയതാണ്. ഞാൻ രാത്രി ഇടയ്ക്കൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ കഞ്ഞീരവെള്ളം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എഴുതി. അമ്മ രാത്രി കഴിക്കാനുണ്ടാക്കുകയാണ് കേട്ടോ. ഇന്ന് ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാമിയിലുകൊണ്ടാണ് ഉപ്മാവൊക്കെ ആക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ രാത്രി ചോറ് തന്നെയാണ് കഴിക്കാറ്. എൻ്റെ അടുക്കത് ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഉപ്മാവായി. ഇനി ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ചായ കുടിച്ചതിന് ശേഷം അച്ഛൻ പീടികയിൽ പോവാണ്.
പിന്നെ ഞാൻ ഉറങ്ങി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.